കല്ലുമ്മക്കായ ഉപയോഗിച്ചുകൊണ്ട് പ്രഷർ കുക്കറിനകത്ത് ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു സൂപ്പർ കേരള സ്റ്റൈൽ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. റെഡി കല്ലുമ്മക്കായ് അതല്ലെങ്കിൽ മസിൽസ്, ന്യൂസിലാൻഡ് ഗ്രീൻ ലിപ്പി മസിൽസ് ഭയങ്കര പോപ്പുലർ ആണ്, ഭയങ്കര ഫേമസ് ആണ്. നിങ്ങൾക്ക് അമേരിക്കയിൽ, ലണ്ടനിൽ, UK എല്ലാ സ്ഥലത്തും ന്യൂസിലാൻഡ് എന്നുള്ള മസിൽസ് പോകുന്നുണ്ട്. ന്യൂസിലാൻഡിൽ നമ്മൾ കടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും കടയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് വേണം കല്ലുമ്മക്കായ് കഴിക്കാനായിട്ടെന്ന്. എന്താ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കല്ലുമ്മക്കായ് ഫിൽട്ടർ ഫീഡേഴ്സാണ്. ഈ കക്കയൊക്കെ പോലെ വെള്ളം ഇങ്ങനെ കലാപമണിയുടെ സിനിമയിൽ ഛർദ്ദിക്കുമ്പോൾ മറ്റേ പീസ് പുറത്തേക്ക് പോകാണ്ടിരിക്കാനായിട്ട് വായ കടിച്ച് പിടിച്ചിട്ട് ഒന്നും ഉണ്ടാക്കണില്ലേ, അതേപോലെ ഇന്ന് വലിക്കണ ഒരു ജീവിയാണ്. അപ്പോൾ ഈ ജീവി മിക്കവാറും കൂടുതൽ ഫീഡ് ചെയ്യണത് ആക്ച്വലി ഇതിലുള്ള ആൽഗെ, വെള്ളത്തിലുള്ള ആൽഗെ ലവണങ്ങൾ മറ്റുള്ള ഫുഡിനെ ഇങ്ങനെ വലിച്ചെടുത്ത് ജീവിക്കുന്ന ഒരു ജീവിയാണ്. ന്യൂസിലാൻഡ് വാട്ടേഴ്സിൽ ഈ ആൽഗെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോടോക്സിൻ ഈ മസിൽസിൻ്റെ അകത്തേക്ക് ചെല്ലും. അതുകൊണ്ട് കല്ലുമ്മക്കായ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളിത് കൃത്യമായിട്ട് കുക്ക് ചെയ്തിട്ട് കഴിച്ചിട്ടില്ല വെച്ചെങ്കിൽ നല്ല ടോക്സിസിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും കല്ലുമ്മക്കായ് തൊടാണ്ടിരിക്കണ്ട കേട്ടോ, അതല്ല അതിൻ്റെ അർത്ഥം. അൺകുക്ക്ഡ് ആയിട്ടുള്ളത് എനിക്ക് 2 തവണ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരു തവണ ഞാൻ അത് റോ കഴിച്ചിട്ടുണ്ട്. ന്യൂസിലാൻഡേഴ്സ് ഭയങ്കരമായിട്ട് ഈ കല്ലുമ്മക്കായ് റോ കഴിക്കും. ഈ ബീച്ചിൻ്റെ സൈഡിൽ എന്നിട്ട് പറിച്ചിട്ട് ഇങ്ങനെ തിന്നുന്ന ആൾക്കാരാണ്. അപ്പോൾ എപ്പോഴും വാർണിംഗ് സൈൻ ഉണ്ടായിരിക്കും, ബീച്ചിൻ്റെയൊക്കെ സൈഡിലായിട്ട് പച്ചയ്ക്ക് കഴിക്കരുന്ന്. ചില ആൾക്കാർ ഇത് കഴിക്കും. ഈ സാധനം കഴിച്ചിട്ട് ഒരു തവണ ഞാൻ അത് കുക്ക് ചെയ്ത് കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു ഊഹം ശരിയാണെച്ചെങ്കിൽ ഞാനിവിടെ അത് ക്ലീൻ ചെയ്യണ സമയത്തോ എപ്പോഴോ വായനയ്ക്ക് അങ്ങനെ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ വെള്ളാലണ്ട കുക്ക് ചെയ്ത് അന്ന് ഞാൻ ഒരു കറി പോലെ ഉണ്ടാക്കിയതാണ്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. എനിക്കുണ്ടായ സംഗതി നമുക്ക് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ടോക്സിസിറ്റി നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ചിലപ്പോൾ ഇങ്ങനെ നമ്മായിട്ട് നമുക്ക് ഇങ്ങനെ ഡിസിയൊക്കെ വന്ന് മേലിങ്ങനെ ഇക്കിളി ആവണ പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവുന്ന സാധനം ശരിക്കും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. ഞാൻ മുകളിൽ പോയി കിടന്ന് ബെഡിൽ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ശരിക്കും ഒരു ഹാലുസിനേറ്റിംഗ് ഒക്കെ പോലത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ഗോൾഡ് വന്ന് കഴിക്കുമ്പോൾ എനിക്ക് എണീക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ ഏതാണ്ട് ഒരു 6-7 മണിക്കൂർ നേരം ഞാൻ കിടന്നു. സിവിയർ ആവുകയാണെങ്കിൽ ചിലപ്പോൾ ആൾ വരെ തട്ടിപ്പോവും. അപ്പോൾ അഗെയിൻ ഞാൻ പറയുന്നു, പേടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അതല്ല ഇതിൻ്റെ ഉദ്ദേശം. മസിൽസ്, കല്ലുമ്മക്കായ അല്ലെങ്കിൽ കക്ക പോലെയുള്ള സാധനങ്ങൾ തന്നെ നമ്മൾ എപ്പോഴും ഡീൽ ചെയ്യണ സമയത്ത് മേക്ക് ഷുവർ വെൽ കുക്ക്. ഇനി വെൽ കുക്ക് എന്ന് കേട്ടിട്ട് ഈ സാധനം ചട്ടിയിലിട്ട് വഴറ്റി അതിൻ്റെ പൊടി എടുക്കണ്ട കേട്ടാ, അതും വേണ്ട. വെൽ കുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ധാരണ കുക്ക് ചെയ്തിട്ട് പണ്ടാറടക്കുക എന്ന നോ, അതല്ല. രണ്ടാമത്തെ കല്ലുമ്മക്കായ സംശയം വരുന്നൊരു ഏരിയ ആണ് ഇത്. ഇതിൽ കാണുന്ന ഈ അപ്പി ഇതെല്ലാം ക്ലീൻ ചെയ്ത് വന്നു കഴിയുമ്പോൾ കല്ലുമ്മക്കായയിൽ ഒരു പീസ് പോലും ബാക്കി ഉണ്ടാവില്ല കേട്ടോ. കല്ലുമ്മക്കായ ഞാൻ നേരത്തെ പറഞ്ഞ ഫിൽട്ടർ ഫീഡേഴ്സാണ്. അത്യാവശ്യം നല്ല ഭക്ഷണം മാത്രമാണ് എടുക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന എന്തെങ്കിലും ചെറിയ റെസിഡ്യൂസ്, അതല്ല വെച്ചെങ്കിൽ ബാക്കി വന്ന ഫുഡ് പാർട്ടിക്കിൾസ് അക്യുമുലേറ്റ് ആയിട്ട് കല്ലുമ്മക്കായക്കുള്ളിൽ ഇരിക്കുന്നതാണത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ വൃത്തികുറവ് ഉണ്ടെച്ചെങ്കിൽ കഴിക്കണ്ട, അത്രയേ ഉള്ളൂ. അത് കഴിച്ചാൽ ഒരു കുഴപ്പമില്ല, അത് നമുക്ക് തിന്നാം. ഇവിടെ എല്ലാവരും കഴിക്കുന്ന ഒരു സാധനമാണ്. അത് പറിച്ച് കളയേണ്ട കാര്യമില്ല. അത് കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് ഈ ബയോടോക്സിൻ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ആൽഗാനെ ഇവർ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ വെള്ളം കണ്ടാമിനേറ്റഡ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാത്തത് കൊണ്ടാണ്. ഓക്കെ, അത് കൃത്യമായിട്ട് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്നും പറഞ്ഞ പോലെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, അരി വേവിക്കാനായിട്ട് ഫിഷ് സ്റ്റോക്കും, അതുപോലെ തന്നെ കല്ലുമ്മക്കായയുടെ ബേസ് ഉണ്ടാക്കാനായിട്ട് ഈ കല്ലുമ്മക്കായ വേവിച്ചിട്ടുള്ള അതേ സ്റ്റോക്ക് ശ്രദ്ധിക്കുക. കല്ലുമ്മക്കായയുടെ സ്റ്റോക്ക് അതല്ല വെച്ചെങ്കിൽ സീ ഫുഡിൻ്റെ സ്റ്റോക്കുകൾ സോ സ്ട്രോങ് ആണ് കേട്ടോ, വെരി സ്ട്രോങ്. അപ്പോൾ ബേസ് ഉണ്ടാക്കുന്ന സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വായിൽ വയ്ക്കാൻ പറ്റില്ല. ഓക്കെ, വി കുക്ക് നൗ. കാശ് കൊടുത്തിട്ട് മേടിക്കാൻ പറയാം മാമയുടെ. മാമയുടെ അടുത്ത് നല്ല ചുട്ടടി കിട്ടുമെന്ന് പറഞ്ഞിട്ടോ മാമനോടും. എൻജിനീയർ, നേഴ്സ്, ബയോടെക്നോളജി എല്ലാം കഴിഞ്ഞവരാ. കൊറിയാണ്ടർ ലീവ്സ് മേടിക്കാൻ കാശില്ലേ? ഉള്ളി വറുത്ത് കോരാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് ഗീ, 4 മീഡിയം സൈസ് ഉള്ളി കുനുകുനാന്നരിഞ്ഞത് കേട്ടാ. ഉള്ളി ഞാൻ വറുത്ത് കോരി കുറച്ച് അതിൽ കെടുക്കണുണ്ട്. ഇനി ഞാൻ ഏതാണ്ട് 4 ടൊമാറ്റോ തിന്നി സ്ലൈസ്ഡ് ആഡ് ചെയ്യാൻ പോകണം കേട്ടാ. ഇതിവിടെ കിടന്നിട്ട് നന്നായിട്ട് വെന്തിട്ട് നല്ല ചുമന്ന് പ്യൂരിയായിട്ട് വരട്ടെ, ഫുള്ള് ഉമാമി ഇങ്ങോട്ട് പൊന്തട്ടവൻ്റെ. ഇനി നമ്മുടെ നേരത്തെ പിസ്ത, അസുമാക്കി റസാവാരി ബ്യൂട്ടിഫുൾ പിസ്ത, ഞാൻ ഇതുവരെ ഉണ്ടാക്കിയാലും നന്നായിട്ട് മൊരിഞ്ഞ് വന്ന പിസ്ത ഇത്തവണത്തെ പിസ്ത കേട്ടാ. എന്തോ എൻ്റെ സ്കില്ല് പിസ്തയുടെ കൂടിയിട്ടുണ്ട് ലഫലേ. ഇനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് കേട്ടാ. നമുക്ക് അതൊക്കെ കൈ കണക്കാണ് കേട്ടോ, ആകാ. ഇത് എത്ര വേണം ഒരു നുള്ളല്ല, ഒരു കൈ കണക്കുണ്ടല്ലോ, ഒരു സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ കണക്ക് കേട്ടാ. ഇത് ഞാൻ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരും, എൻ്റെ റെഡി ആവും. അത് ഈയിടെയായിട്ട് ഞാൻ കണ്ടെത്തിയിട്ടുള്ള പാണ്ടൻ ലീവ്സ് കേട്ടാ, പന്താൻ, റമ്പയില. ഓക്കെ, ബിരിയാണിയിൽ അടിപൊളിയാണ്.
ആ ഞാനിപ്പോൾ അടുത്ത് കണ്ടെത്തിയതാണ്. ഇപ്പോൾ പണ്ട് അമേരിക്ക ഉണ്ടായിരുന്നില്ലേ, പിന്നെ കുട്ടന്മാർക്ക് കണ്ടെത്തിയപ്പോൾ റെഡി ചെയ്ത് കൊളംബസ് കറിവേപ്പില ഓളുടെ പെട്ടു. ഇനി ഞാൻ ചോദ്യം ചോദിച്ചാലോ. മഞ്ഞപ്പൊടി, നോ മുളക് പൊടി കേട്ടാ. നമ്മുടെ ബിരിയാണിയിൽ നമ്മൾ മുളക് പൊടി ചേർക്കില്ല. മല്ലിപ്പൊടി കുറച്ച് കേട്ടാ. ടൂ മച്ച് മല്ലി വേണ്ട, സീ ഫുഡിൻ്റെ ഫ്ലേവർ പോവും. ഗരം മസാല കുറച്ച് ആൻഡ് സം പെപ്പർ. മിക്സ് 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 ബ്യൂട്ടിഫുൾ. നോക്കതേ. ഇനി ഒരുപാട് ഇതിനെ വഴറ്റണ്ട കേട്ടോ നമുക്ക്. ഇനി നമ്മുടെ കല്ലുമ്മക്കായ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ തീ ഓഫ് ചെയ്തു, കാരണം എന്താ, കുക്കറിൽ ഇരുന്നിട്ട് വെന്തോളും. ഓക്കെ. ഇനി നമ്മുടെ മാജിക്കൽ സ്റ്റോക്ക് കേട്ടോ, കല്ലുമ്മക്കായുടെ വെള്ളം വേവിച്ചത് കുറച്ച് ഒഴിച്ചാൽ മതിട്ടാ. ടു സ്ട്രോങ് ദിസ് വൺ. വേവ് കുക്കറിനകത്ത് ഇടുമ്പോൾ ശരിക്കും കല്ലുമ്മക്കായയുടെ റെഗുലർ വേവിനേക്കാൾ ഒരു ലേശം കൂടും. പക്ഷെ നമുക്ക് എന്താണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കിയല്ലേ മതിയാവൂ. എന്നാലും ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയാം. നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയാം. അമ്മയ്ക്ക് പറ്റൂല. സമാധി സമാധി സമാധി. ഇനി മാമിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലാത്ത കൊറിയാണ്ടർ ലീഫ് എൻ്റെ ഇത് അല്ല മിക്സ്. പക്ഷെ ഇന്നലെ മോനെ അവിടുത്തെ പോയി തീർത്തായിരുന്നു, അതാണ്. ഇനി നമ്മുടെ കുക്കർ കേട്ടാ. ഞാൻ മറ്റേ പാത്രത്തിൽ ഇത്ര നേരം ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ അത് കാണിക്കാൻ എളുപ്പമുണ്ടാവില്ല. കുക്കറിലാണെങ്കിൽ കാണാനില്ലേ അതിൻ്റെ ഉള്ളിലേക്ക്. അതാ ഇതേ നമ്മുടെ കല്ലുമ്മക്കായി ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അരി വേവിക്കണം. അരി വേവിക്കാൻ വീണ്ടും കുറച്ച് നെയ്യ്, പിന്നെ നമ്മുടെ പട്ടക്കരയാമ്പൂ സാധനങ്ങളുണ്ടല്ലോ. ഞാൻ ഈ 400 ഗ്രാം ജീരകശാല അരിയാണ് കേട്ടോ ചേർക്കണേ. വീണ്ടും പണ്ടാൻ ലീവ്സ്, 2 ബേ ലീവ്സ്, ഫിഷ് സ്റ്റോക്ക്. ഞാൻ ട്രവേളി നമ്മുടെ വറ്റയുടെ എല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫിഷ് സ്റ്റോക്കാണിത്. സോ ബിരിയാണി ഗെറ്റ് സോ മച്ച് ഗുഡ് ഫ്ലേവർ. കുറച്ച് നമ്മുടെ കല്ലുമ്മക്കായയുടെ സ്റ്റോക്കും, ഒരു ബിരഫ്, ഉപ്പ്. വെള്ളത്തിൻ്റെ കണക്കറിയില്ലേ, ഒരു വിരൽ കണക്ക് കേട്ടാ. ഈ വരെ ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്, നമ്മൾ മലയാളീസിനാണ് അരി ഭയങ്കരമായിട്ട് വേവിച്ച് കഴിക്കണം താല്പര്യം. ആക്ച്വലി അരി വേവിച്ച് കഴിക്കണതാണ് ആരോഗ്യത്തിന് ഗുണം. കാരണം വെള്ളമാണ് കൂടുതൽ കിട്ടുക. എങ്ങനെയുണ്ട് ആ സയൻസ് അല്ലേ? എന്തൊക്കെ സയൻസ് അല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കണേ. ബബിൾസ് ഇങ്ങനെ കുത്തു വന്നില്ലേ. അപ്പം ഞാൻ തീ ഓഫ് ചെയ്യണേ. എന്നിട്ട് വേണം നമുക്ക് കുക്കറിലേക്ക് ചേർക്കാൻ. മാറ്റാൻ കുക്കറിൽ ചേർക്കാൻ. എന്താ കുക്കർ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. എന്താ കൂടുതൽ നീ ഇങ്ങനെയൊക്കെ പറയണേ? കുക്കറിൽ ചേർക്കാൻ പോകത്രേ. കുറച്ച് മല്ലിയില, ഉള്ളി വറുത്തത്, നാരങ്ങ നീര്. ഗോൾഡൻ തട്ടരുത്. ഗോൾഡൻ ആരും ഈ സമയത്ത് തട്ടി കൊണ്ടുപോകാൻ നോക്കരുത്. കുട്ടികളുടെ അമ്മയാണ്. ഇനി നമ്മുടെ അരിട്ടാ. ലിറ്റിൽ മോർ ഉള്ളി വറുത്തത്, സം മോർ ലൈം ജ്യൂസ് ഓൺ ടോപ്പ്, നെയ്യ് ഓൺ ടോപ്പ്, ഒരു തരി ഗരം മസാല ഓൺ ദ ടോപ്പ്. കുക്കർ അടയ്ക്കുക. ഒരൊറ്റ വിസിലിന് ഓഫ് ചെയ്യുക. 20 മിനിറ്റ് വിട്ടിരിക്കട്ടെ. ഇനി നോക്കട്ടെ, നമുക്ക് നോക്കട്ടെ. മാമി നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ് അടിച്ച് മാറ്റിയിട്ടുണ്ടാക്കിയിട്ടുള്ള സാധനമായിട്ട് മാമിയെ. ഇത് മാമിയല്ല, ഇത് മാമിയുടെ മോളാ. മ്യാമനില്ലേ മ്യാമി? ഇന്ന് മുടിയുടെ സ്റ്റൈലും മറ്റേ ക്രിസ് ഗെയിലിന്റെ പോലെയാണല്ലോ. എല്ലാ ആഴ്ചയും മാമിയുടെ സ്റ്റൈല് മാറിട്ടാ. ബിരിയാണി മാമിയുടെയും കുക്കർ ബിരിയാണിയാണ്. ഇനി വേറെ കാര്യം ശ്രദ്ധിക്കണം, കുക്കറും ഇന്ത്യയാണ്. അല്ല ശരിയാ, വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കുക്കർ ഇന്ത്യ. ചിക്കൻ വാങ്ങിച്ചത് സകല സാധനം കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് വാങ്ങിച്ചു. അതൊരു തെറ്റാ. ഇത്ര ദാരിദ്ര്യം പറിച്ചില്ലേ മാമി? ഞാൻ ഇപ്പൊ എത്ര കണക്കുണ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും സംഗതി മാമി നല്ല ഷെഫ് ആവാൻ പഠിച്ച നാളെന്റെ പോലെ ആയില്ലേ. നോക്ക് അരിയുടെ കൺസിസ്റ്റൻസി നോക്ക്. നല്ല ബിരിയാണിട്ടാ. ഇതേ ഞാനിവിടെ ഗർഭിണിക്ക് കൊടുക്കട്ടെ കേട്ടാ. ഗർഭിണി ടേസ്റ്റ് നോക്കി കഴിഞ്ഞാൽ പറയും. കഴിക്കാൻ പാടില്ല. അപ്പോൾ ഫോക്കസ് പറഞ്ഞേക്കളും പിന്നെ നീ കണ്ട. നല്ലാണോ? അതാണ് നമ്മളെ തന്നെ ഉണ്ടാക്കിയിട്ട് നല്ലപോലെ പറയണം മാമിയെ. അത് പറയരുത് മാമി. പിന്നെ കള്ളു കുടിക്കുമ്പോഴും let's see, people are getting very much motivated അല്ലേ? ഞാൻ പണ്ടും ഉണ്ടാക്കാറുണ്ട്. മമ്മീന്റെ കണ്ണ് റിട്ടാൻ വരുന്നില്ല മമ്മി. അയ്യോ, ഞാൻ പണ്ട് ഉണ്ടാക്കാറുണ്ട്. ഇതുപോലെ വരുവായിരുന്നാ മാമനായിരുന്നു ഇതുവരെ കുക്കർ ബിരിയാണിയിൽ നമ്പർ 1. മാമി തട്ടിയെടുത്തിരിക്കുന്നു. അപ്പോൾ മാമിയുടെ കുക്കർ ബിരിയാണി നമ്മളോടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. സോ നൈസ്. ഓക്കെ, ലെറ്റ്സ് സീ നമ്മുടെ ബിരിയാണി അങ്ങനെ ഉണ്ടെന്ന്. കമോൺ കൂടാ. ഒരു 20 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടാ. ഓക്കെ, സ്റ്റോക്കെല്ലാം നല്ല സൂപ്പറായിട്ട് നല്ല സീ ഫുഡി ഫ്ലേവർ വരുന്നുണ്ട് കേട്ടാ. ബ്യൂട്ടിഫുൾ. അരിനെ നമുക്കൊന്ന് അധികം താഴ്ത്തണം കേട്ടാ. പടിയിൽ ആ മഞ്ഞുള്ള ഭാഗമൊക്കെ കണ്ട. ഓക്കെ, ബ്യൂട്ടിഫുൾ.
നമുക്ക് നമ്മുടെ കല്ലുമ്മക്കായനെ ഇവിടെ നിന്ന് എടുക്കണം. ഓഹോ ബ്യൂട്ടിഫുൾ. ഇത് നോക്കിയേ, ഓവർ കുക്ക് ആയിട്ടുണ്ടാ? ഇല്ല. ഡ്രൈ ആയിട്ടുണ്ടാ? ഇല്ല. നല്ല സീ ഫുഡിൻ്റെ മണം വരുന്നുണ്ട്. നോക്കിയേ, അടി പിടിച്ചിട്ടില്ലേ? ഒന്നുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് അടി പിടിക്കേണ്ടതായിരുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ പാത്രത്തിൻ്റെ അടിയിലേക്ക് ഇടാം. എന്തല്ലേ? പാത്രത്തിലേക്ക് ഈ അടി എന്ന് പറഞ്ഞിട്ടേ അടിക്കള്ളിക്ക് അമ്മന്നില്ലേ. ആ ബിരിയാണിയുടേതായിട്ടുള്ള എല്ലാ റസ്റ്റിക് ലുക്കുകളും ഉണ്ടായിക്കോട്ടെട്ടാ. അതിലുള്ള വള്ളിയും പുള്ളിയും ബേ ലീവ്സും മസാലകളും എല്ലാം അതിലുണ്ടായിക്കോട്ടെ. ഞാൻ കുറച്ച് അധികം ഓവറായിട്ട് പ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ കുറച്ച് ഇതിലുള്ള വൈറ്റ് റൈസ്, അവരുടെ കൺസിസ്റ്റൻസി നോക്കിയാൽ ബ്യൂട്ടിഫുൾ. ഇനി നമുക്ക് മുകളിൽ 1-2 കല്ലുമ്മക്കായും കൂടിയും ഭംഗിക്ക് വെച്ച് കൊടുക്കാം. ഇനി ഞാൻ ഗാർണിഷിനായിട്ട് ഈ ചിപ്പിയും കൂടിയും വെക്കുന്നുണ്ടേ. അപ്പോൾ ഒരു വെക്കണം. ഞാൻ ഇച്ചിരി സൂം ഔട്ട് ചെയ്തോട്ടെ, എനിക്ക് തെറിയൊക്കെ വയ്യ. തിന്നൊരു മസിലെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുക. ലുക്സ് നൈസ്. ഈ ഷെല്ല് നന്നായിട്ട് കഴുകിയിട്ട് വെച്ചോളൂട്ടാ. ഇനി അതിൻ്റെ മുകളിൽ എന്തെങ്കിലും പണ്ടാരടങ്ങിയിട്ട് കിളി പറക്കും. ഞാൻ മനസ്സിലാലോചിച്ചുള്ളൂ, ഇപ്പം ആരെങ്കിലും അത് ചോദിക്കും. കാരണം ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, നൈസ്. ഇനി കുറച്ച് മല്ലിയില. ഓക്കെ, ഒരു ബ്യൂട്ടിഫുൾ ലെമൺ ഓൺ ദ സൈഡ്. ലെമൺ അത്ര ബ്യൂട്ടിഫുൾ അല്ല, അതിൻ്റെ ചൊറി പിടിച്ച പോലത്തെ ഒരു ലെമൺ ആയിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ലാസ്റ്റ് നമ്മുടെ കുറച്ച് ഉള്ളി വറുത്തത്. ബിസ്ത സുമ കിറ സവറി സവ കിറായ ആ ബിസ്താട്ടാ. ലുക്ക് അറ്റ് ദേ. അപ്പം നമ്മുടെ കല്ലുമ്മക്കായ ബിരിയാണി പ്ലേറ്റ് ചെയ്ത് എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 2 പ്രധാനപ്പെട്ട അക്കമ്പനിമെൻറ്റ്സ്. ഒന്ന് ഒരു സാധാ സാലഡ് അല്ലെങ്കിൽ ഒരു കച്ചുമ്പർ. ഞാൻ കുറച്ച് ഉള്ളി, തക്കാളി, കൊറിയാണ്ടർ ലീവ്സ്, ലെമൺ ജ്യൂസ്, കുറച്ച് ചാറ്റ് മസാല, സോൾട്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഹോം മെയ്ഡ് തിക്ക് ക്രീമി യോഗട്ട് വിത്ത് കുറച്ച് നമ്മുടെ ബിസ്ത ഒരു കളർ ചേഞ്ച് ചെയ്യാനായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ മാമി വറുത്ത പപ്പടം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതേ ബിരിയാണി ആൻഡ് പപ്പടം ആൻഡ് എവറിത്തിങ് ഇസ് റെഡി. നൗ നമ്മൾ കഴിക്കാൻ പോവാണ് കേട്ടോ. കമോൺ ഗോൾഡ, ക്ലോസ് അപ്പ്. സം പീപ്പിൾ ആർ ആസ്കിങ് മീ that don't close up വെക്കരുത്. why close up? you need to get the mouth. come on, get the camera close up honey singer. വരൂ. ഇതേ ഞാൻ നമ്മുടെ സ്പൂണൊന്നും ഉപയോഗിക്കണില്ല കേട്ടോ. കല്ലുമ്മക്കായുടെ ഷെല്ല് ഞാൻ ഉപയോഗിക്കണത്. മിക്കവാറും എൻ്റെ പണി പാളും, വായ കീറും. ഓക്കെ, ഫസ്റ്റ് ഞാൻ ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈസിനെ എങ്ങനെ എടുത്തിട്ട് ഈ ഷെല്ലിലെടുത്തിട്ട് ഇങ്ങനെ കഴിക്കാൻ പോകട്ടെ. വേണ്ട, റൈസിൻ്റെ കൂട്ടത്തിൽ ഒരു കല്ലുമ്മക്കായും കൂടി ഇങ്ങനെ വയ്ക്കാം. ആരോ കമൻ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ പറയുന്നത്. എന്നെ ഒരു ഊളയല്ലേ ഞാൻ. ക്യാമറ മുകളിലേക്ക് വരട്ടെ, ക്യാമറ ഒപ്പം പൊന്തട്ടെ. ഇങ്ങനെ പൊന്തിരിക്കുന്നു. അങ്ങനെ കാണിക്കാൻ പറ്റില്ല, വെയിറ്റ് ചെയ്യേ. ഞാൻ എനിക്കിതിങ്ങനെ നോക്കിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റണില്ല. ഇതൊക്കെ ഒരു മസിൽ ഷെൽ ഫുൾ ഓഫ് ലവ്, ഫുൾ ഓഫ് മീറ്റ്, ഫുൾ ഓഫ് ലവ്. നൗ സമാധി. ഓ മൈ ഗോഷ്, മാമിയെ സമാധി മാമി. ഞാൻ ഇതിന് അഭിപ്രായം പറഞ്ഞോണ്ടല്ലോ എന്തുണ്ടാവുക വെച്ചാൽ, ഞാൻ വെറുതെ പറയാമെന്ന് പറയും. ഞാൻ ഇതേപോലെ ഒരു സംഭവം സെറ്റാക്കിയിട്ട് മാമിക്ക് കൊടുക്കാം. കമോൺ ക്രിസ് ഗെയിൽ, മാമിനെ ക്ലോസപ്പ് എടുക്കട്ടാ, അല്ലെങ്കിൽ കോൾഗേറ്റ് എടുക്കുക. ഏതാ ഉപയോഗിക്കണം മാമി? ഇപ്പൊ കൊളാസപ്പേനെ കിടക്കുന്നില്ലേ? എന്തെങ്കിലും മാനസിക പ്രോബ്ലം ഉണ്ടോ മാമിക്ക്? അല്ല, ആ മാമന്റെ കൂടെയുള്ള ജീവിതം നിങ്ങൾക്ക് അത് ഉണ്ടാവൂല്ലേ? നീ മാറണ്ട. ഒരു മാമിയുടെ അതൊക്കെ പണി അറിയണം. വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ടി വി കണ്ടാ വരില്ല. എന്റെ ഇവിടേക്ക് വന്നു. മാമിയുടെ ക്ലോസപ്പ് ഒരു നിക്ക് ധൃതി അടിക്കില്ലേ? തരാ. മാമി, ഇതിൻ്റെ അടിയിൽ ഞാൻ മുങ്ങാങ്കുഴി ഇട്ടിട്ടുള്ളവരെ എടുക്കട്ടാ. നമുക്ക് എടുക്കാണ്ട കൊണ്ടേ. സമാധി. ഇല്ലില്ല മാമി, അത് നോക്കിയേ, അങ്ങോട്ട് നോക്കട്ടാ. മനസ്സിൽ ഒരു മുൻധാരണ ഇല്ലാത്ത രീതിയിൽ വേണം പെരുമാറാൻ. ഫീൽ ദാറ്റ് ലവ് ആൻഡ് ലെറ്റ് മീ നോ. ഒരു ധാരണയില്ല. ഒരു സെക്കൻഡ്. ഓക്കെ, വെയിറ്റ് അത് എൻജോയ് ചെയ്യണം. നല്ലതല്ലേ? അല്ല, അതിന്റെ ഫ്ലേവർ മൊത്തം റൈസിലേക്ക് കൂടി വന്നിട്ടുള്ള ഫ്ലേവർ എങ്ങനെയുണ്ട്?
അത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ കറുപ്പ് സാധനം എടുത്ത് കളയരുത്. അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനവും നൊട്ടോറിയസ്ലി ക്രിമിനലാണ്. നൊട്ടോറിയസ് ക്രിമിനലാണ് കല്ലുമ്മക്കായ്. ഓക്കെ മാമ എന്താണ് ഈ നല്ല സമയത്ത് വന്ന് മാമ കഴിച്ചു നോക്കണ്ടോ കല്ലുമ്മക്കായ്? എന്ത് വിജയിച്ചുവാ മുടി പെട്ടെന്ന് ചെയ്തിക്കോ. ആണോ മാമന്? പക്ഷെ കല്ലുമ്മക്കായ് കുഴപ്പമുണ്ടോ മാമ? ഇതൊന്നും മാമ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ വരണ്ട മാമൻ ഈ സൈഡിൽ നിന്നോ. ഹലോ ടേസ്റ്റ് ഇത് മാമ ഇതിന്റെ ഒരു അഭിപ്രായം പറയണേ. ഞാൻ ഇത്ര നല്ലൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി. ഈ ഗോൾഡയുടെ മൈക്കിന്റെ അടുത്ത് മാമന് കഴിക്കണ്ടേ? അപ്പൊ മാമൻ അവിടെ നിന്ന് ദക്ഷിണ പോലെ ഇങ്ങനെ വന്ന് മേടിക്കണം, ഞാൻ ഇവിടുന്ന് തരാം. മാമൻ ദയവ് ഇത് ഈ ആഴ്ച ഇല്ല കേട്ടാ, മാമനും പോൾവിനും ഈ ആഴ്ച ഇല്ലേ, അവർ അടുത്ത ആഴ്ച മുതൽ വരുന്നു പറഞ്ഞിട്ടുണ്ട്. ആ ഇങ്ങനെ കൈ ഒഴിച്ചിട്ട് പോയോ, 2 കൈയും ഒരുമിച്ച്. ഞാൻ അങ്ങനെ വായിൽ വെച്ചാ, ഞാൻ വായിൽ വെച്ചായിരുന്നു, ഇത് ഇഷ്ടമല്ല. മാമൻ ഇടയിൽ വിട്ടു. അഭിപ്രായം മറ്റേ മൈക്കിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റും. അത് അവിടെ മൈക്കില്ല, ഗോൾഡിൻ്റെ അടുത്ത് മൈക്ക് ദേ ഇവിടെ അവിടെ. മാമൻ്റെ മുഖം ഞാനിവിടെ അഭിനയിച്ച് കാണിക്കട്ടാ. അത് എന്തൊരു അഭിപ്രായം പറ്റില്ല മാമ. കല്ലുമ്മക്കായ് നമ്മുടെ അവിടെ പറയുന്നത് കല്ലുമ്മക്കായ് മസിൽ, ഗ്രീൻ ലീഫി മസിൽ. മാമന് അലർജി വരില്ലല്ലോ, കല്ലുമ്മക്കായ് കുഴപ്പമില്ലല്ലേ? അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, കല്ലുമ്മക്കായ് ബിരിയാണി വെക്കണ സമയത്ത് അല്ലെങ്കിൽ കറി വെക്കണ സമയത്ത് കല്ലുമ്മക്കായ് ഓവർ കുക്കായി കഴിഞ്ഞാൽ അതിലെ വെള്ളം മുഴുവൻ നശിച്ചു പോവും. അതിൻ്റെ എന്താ പറയുക പ്രോട്ടീൻ മുഴുവൻ നശിച്ചു പോവില്ല, ആ വെള്ളത്തിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ കഴിയുമ്പോൾ കിട്ടും, പക്ഷേ അതിൻ്റെ ഒരു ടെക്സ്ചറും അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നശിച്ചു പോവും. ജസ്റ്റ് കുക്ക് പർപ്പസ്യും. ഫസ്റ്റ് പറഞ്ഞ കാര്യം ആലോചിക്കുക, സീ ഫുഡിൽ കല്ലുമ്മക്കായ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ബയോടോക്സിൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. സ്പെഷ്യലി പ്രഗ്നൻറ്റ് വുമൺസ് അവരൊക്കെ ഉണ്ടെങ്കിൽ കുക്ക് നന്നായി ചെയ്ത് കഴിക്കുക. ഓക്കെ, പേടിക്കണ്ട, അങ്ങനെ ഉണ്ട് എന്നേ ഉള്ളൂ. സോ മസ്റ്റ് ട്രൈ സീ ഫുഡ് ബിരിയാണികളിൽ വെച്ചിട്ട് വൺ ഓഫ് ദ യുണീക്ക് ബെസ്റ്റ് ഫ്ലേവർഫുൾ. ഒരു തവണ കഴിച്ചാൽ നിങ്ങൾ, സ്പെഷ്യലി ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറക്കുകയില്ല. ഓക്കെ, അന്തമാതിരി ഫ്ലേവർ ഇരിക്കാറ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ വേണ്ടി നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയ്ക്കും ബൈ ഫോർ നൗ, ബൈ ബൈ.